ഹായ് ഓൾ. ഇന്ന് ഡിവൈൻ നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന മെസ്സേജസ് എന്തൊക്കെ ആണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് ഡെത്ത് കാർഡാണ്. പേടിക്കൊന്നും വേണ്ട, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന സാഹചര്യം തന്നെയാണ്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കൂടെ കടന്നു പോകുന്ന എനർജി ഉള്ളവരെയാണ് ഇവിടെ ഇന്ന് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഈ പീരീഡിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഈ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടായിരുന്ന നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്ന് ഒരു അടിമുടി മാറ്റം നിങ്ങളോട്ട് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെയായിരുന്നോ അത് ആ ഫുൾ ലൈഫ് പാറ്റേണും ചേഞ്ച് ആകുന്ന ഒരു പീരീഡിലോട്ട് നിങ്ങൾ നയിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ കൺസെപ്റ്റുകളും അതുപോലെ ഡ്രസ്സിങ് രീതി അങ്ങനെ പല കാര്യങ്ങളിലും ഒരു മാറ്റം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പുനർജന്മം, നിങ്ങളുടെ ഒരു റീബർത്ത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ എനർജിയിലോട്ട് മാറ്റപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ പീരീഡിൽ നിങ്ങളുടെ ബാഡ് കർമാസും എല്ലാം ഇവിടെ ക്ലീൻ ആവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരല്പം പെയിൻഫുള്ളായിട്ട് തന്നെയായിരിക്കും ഈ ഫേസ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. റിക്കവർ ആവാൻ ഒരല്പം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഈ ഒരു പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറയാം. ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നവരെന്നല്ല ഉറപ്പായിട്ടും ചെയ്യുക. കാരണം ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കർമാസ് ഒരു വർഷം കൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ അതൊരു ഒരു 2-3 മന്ത്സ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടുന്ന കുറച്ച് ടിപ്സാണ്. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ സ്വയം ഹീൽ ചെയ്യുക, പിന്നെ ഹോ ഒപ്നോ യൂണിവേഴ്സിനും മണിക്കും വേണ്ടിയിട്ട് ചൊല്ലുക, പിന്നെ ഫോർഗീവ്നെസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, മെഡിറ്റേഷൻ ഉറപ്പായിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ VMC മലയാളം ചാനൽ എന്ന് പറയുന്നൊരു ചാനലിലോട്ട് പോവുക. അവിടെ നിന്നും കിട്ടുന്ന അറിവുകളിൽ നിന്ന് ആണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. സോറി. എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സഹായിച്ചത് എൻ്റെ ടാരോ ഗുരുനാഥനായ പ്രദീപ് ഹരിഹരൻ സാറാണ്. ഒരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഞാനിതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുന്നതല്ല, അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാറ് തന്നെയാണ്. എല്ലാവിധ സപ്പോർട്ടും സാറ് നമുക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ അത്രയേറെ നമ്മൾ കണക്റ്റ് ആക്കാൻ സഹായിച്ചു. എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്, ഇനി എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ലൈഫിൽ വന്നപ്പോഴേക്കും എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ ഈ ലെവലിലോട്ട് ആക്കി മാറ്റിയത് സാർ ഒറ്റ ഒരാൾ തന്നെയാണ്. പിന്നെ എനിക്കിതിപ്പോൾ 2ാമത്തെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ക്ലിക്കായില്ലെന്ന് വെച്ചാൽ എന്തൊക്കെയോ സംതിങ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് കുറേയേറെ ഹെൽപ്പൊക്കെ ചെയ്തു തന്നു, എന്നിട്ടും അത് റെഡി ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ VMCയിലോട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ അടിമുടി ഒരു മാറ്റം സംഭവിച്ചത് കേട്ടോ. അപ്പോൾ സാറ് ഒരുപാട് സഹായം ചെയ്തു തന്നു, സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും സാറിൻ്റെ ക്ലാസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ ടാരോ റീഡറായി കഴിഞ്ഞു. എന്നിരുന്നാലും സാറിൻ്റെ ക്ലാസ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ആരാണെന്ന് വെച്ചാലും എത്തിപ്പെടേണ്ട പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ, ഇപ്പോൾ ഞാൻ VMCയിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ VMCയിലോട്ട് ഞാൻ എത്തിച്ചേരുമ്പോഴേക്കും എനിക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആയിട്ടില്ലെങ്കിൽ പോലും ഞാൻ വീഡിയോ ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തുടരണം എന്ന് സാറിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവൈൻ ടൈം നമുക്ക് ഉണ്ട്, ആ ടൈമിൽ നമുക്കത് കിട്ടുകയുള്ളൂ എന്നുള്ളത് സാർ എനിക്ക് അന്ന് ഗൈഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി പോസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അവിടെ ഒത്തിരി വ്യൂവേഴ്സ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറേയേറെ ഒരാൾക്കെങ്കിലും എനിക്കൊരു ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ, ഒരു ഹീലിംഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ മതി എന്നുള്ളൊരിതിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് VMCയിലോട്ട് എനിക്കത് ഓട്ടോമാറ്റിക്കലി എൻ്റെ യൂട്യൂബിൻ്റെ എൻ്റെ അൽഗരിതത്തിലോട്ട് വന്നതാണ് ഈ VMCയുടെ ചാനൽ. ഇതിന് മുന്നേ തന്നെ ഈ ചാനലിൻ്റെ കുറേയേറെ ആളുകളുടെ ലൈഫ് എക്സ്പീരിയൻസ്
ഒക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല, ഇതെന്താണത്, എല്ലാം പേയ്മെൻ്റ് ഒക്കെ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പക്ഷേ വീണ്ടും 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 ഇത് തന്നെ വന്നപ്പോഴേക്കും ഞാൻ ഒരു ദിവസം കയറി നോക്കിയപ്പോഴത്തേക്കും ദൈവമേ, ഞാൻ നമിച്ചു പോയി. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു ലേഡി സീമാജി എന്ന് പറയുന്നത് ഒരു സ്ഫോടനം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരു മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞിരുന്നാൽ അറിയേണ്ട സകല ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ പോവുക, ഉറപ്പായിട്ടും പോവുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും. കാരണം എനിക്ക് കുറേയേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താ വെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ മെഡിറ്റേഷൻ ഓൾറെഡി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. 10-18 വർഷം കൊണ്ട് തന്നെ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. പിന്നെ ഈ BMCയിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ, അതായത് എൻ്റെ സാറ് ആകാശിക് റെക്കോർഡ്സ് പിന്നെ ആക്സസ് ചെയ്യാനുള്ള കോഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഈ ആകാശിക് റെക്കോർഡ്സിൻ്റെ ഈ കോഴ്സിൽ കയറി ഞാൻ ഇത് ആക്സസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വെജിറ്റേറിയനിസം ഫോളോ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്ത് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ BMCയിലോട്ട് ഡയറക്റ്റായിട്ട് പോകുന്നത്. അവിടെ സ്ട്രിക്റ്റ് റൂളാണ് BMCയിൽ വെജിറ്റേറിയനിസം എന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം എനിക്ക് വന്നത്. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും അങ്ങോട്ട് പോവാട്ടോ. എൻ്റെ ഹെൽത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി, വെൽത്തിൽ മാറ്റം ഉണ്ടായി, ഇമോഷണലി ഞാൻ ഒരുപാട് മാറി. പോസിറ്റീവ് ചേഞ്ച് ലൈഫിലും ഫാമിലിയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാർഡിലും നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഡിവൈൻ മെസ്സേജസ് ചാനൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പം അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ള ഒരു വേർതിരിച്ചറിവ് എനിക്ക് സീമാജിയുടെ തന്നെ അറിവുകളും കൂടെ മിങ്കിൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇതിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് എനിക്ക് ഈ അറിവുകളും കൂടെ ചേർത്തത് കൊണ്ടാണ്. എനിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങളൊക്കെ ഈ പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മറികടന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലൈഫ് പർപ്പസിലോട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അതിപ്പോൾ എല്ലാവരും ആ ഒരു പാത്തിലോട്ട് വരണം എന്നൊരു ഉറപ്പ് എനിക്ക് ഇല്ല, വരും എന്നുള്ളൊരു ഉറപ്പില്ല. അത് ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നാൽ പോലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾ ഓരോ ലൂപ്പിൽ ചെന്ന് പെടാതെ കർമ്മ ക്ലിയറായി നിങ്ങൾ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ ആ കർത്തവ്യ നിർവഹണത്തിലോട്ട് നയിക്കപ്പെടുന്നതാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക കേട്ടോ. എനിക്ക് ഗൈഡൻസ് തരാനേ പറ്റുള്ളൂ. പ്രവർത്തിക്കേണ്ടതും നിങ്ങളെന്ന വ്യക്തിത്വത്തിൻ്റെ പവർ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ധർമ്മമാണ്. അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത്രയും വേദന സഹിച്ച നിങ്ങൾ ഇനി ഇമോഷണലി ഡൗൺ ആകാൻ പാടില്ല എന്നൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്കായി തരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരാളിരിക്കുന്നുണ്ടോ, അയാളുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? ഈ ഒരു ഫേസിൽ തന്നെ ആയിരിക്കണം, എപ്പോഴും പുഞ്ചിരിച്ചൊരു മുഖത്തോടെ തന്നെ ആയിരിക്കണം നിങ്ങൾ നിലനിൽക്കാനുള്ളത് എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഡിവൈൻ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ തന്നെയാണ് പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നത് എന്നും ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് കോൺഫിഡൻസോടെ മുന്നോട്ട് പോകുവാൻ ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങളിൽ നിങ്ങൾ പോലും അറിയാത്ത പല മാജിക്കുകളും ഉറങ്ങിക്കിടപ്പുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അതിലെല്ലാം എത്തിച്ചേരണം എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. ഒരു വലിയ സക്സസ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ പവർ അത്ര വലുതാണ് കേട്ടോ. അത് കണ്ടെത്താൻ അത് നിങ്ങളിലുള്ള നിങ്ങളെ തന്നെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറായാലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കാരണം അത്ര പവർഫുള്ളാണ് നിങ്ങൾ. കൂടുതൽ ആളുകളെയും ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ഇവിടെ സ്പിരിച്വാലിറ്റി ആയിട്ടാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ആത്മീയത സ്പ്രെഡ് ചെയ്യുക, ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളൊരു ജന്മനിയോഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ കൂടുതലും പരിശുദ്ധ ഹൃദയമുള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വേദനിക്കുന്ന സാഹചര്യത്തിൽ പോലും ചിരിക്കുന്നവരായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ വേദന കൊണ്ട് നടക്കണ്ട. നിങ്ങളുടെ പവർ എന്താണെന്ന്
നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്ന ലൈഫ് ലെസൺസ് ആണ് ഇതെല്ലാം എന്നുള്ള ഒരു തിരിച്ചറിവ് മനസ്സിലാക്കുക. എല്ലാം നിങ്ങളുടെ സോൾ തന്നെ പ്ലാൻ ചെയ്ത് ഈ സമയത്ത് ഈ ഏജിൽ ഈ സോൾ പർപ്പസ് ചെയ്ത് ഈ സോൾ പർപ്പസിലോട്ട് കടക്കാനായിട്ട് ഇന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്നുള്ളതൊക്കെ ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ട് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ക്ഷമയോടെയും ആത്മധൈര്യത്തോടെയും നിങ്ങൾ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളെയും നേരിടാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ആ കഴിവുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, അതിലോട്ടൊക്കെ കൂടുതലും കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. പലതരത്തിലും നിങ്ങൾ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് ഒരു വിലങ്ങ് തടിയാകാൻ സാധ്യതയുള്ള ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്സ് തന്നെയാണ് അതിന് വഴിയൊരുക്കുന്നത്. നിങ്ങൾ സ്വയം ഒരു ട്രാപ്പ് സൃഷ്ടിച്ച് നിങ്ങൾ തന്നെ ഇവിടെ തടസ്സം നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അതായത് എനിക്ക് അതിന് കഴിയുമോ, ഇത് ചെയ്യാൻ കഴിയുമോ, അത് നേടിയെടുക്കാൻ പറ്റുമോ, ഈ പറയുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വേട്ടയാടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 100-150 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ചിന്തകൾ അത് കട്ട് ചെയ്ത് കളയുക. നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ള പോസിറ്റീവ് ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളൊരു ബൗണ്ടറി, സ്ട്രോങ് ബൗണ്ടറി ലൈഫിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനിയും ഒരു തനിയാവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു ഇട വെച്ച് കൊടുക്കരുത്. അത് വ്യക്തികൾക്കായിരുന്നാലും ശരി തന്നെ, സാഹചര്യങ്ങൾക്കായിരുന്നാലും ശരി തന്നെ, ഇനിയൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് തരുന്നുണ്ട്. ഇവിടെ വ്യക്തി വൈരാഗ്യമൊക്കെ കൊണ്ടുവരിക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. സെൽഫ് റെസ്പെക്റ്റ് ഒരിടത്തും കളയരുത്. നിങ്ങളെന്ന വ്യക്തി അഥവാ നിങ്ങളെന്ന സോള് ഇനി ഒരിടത്തും മുറിവേൽക്കാൻ നിങ്ങളായിട്ട് ഒരവസരം കൊടുക്കരുത്. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. അത് ഇങ്ങനെ വിഷമിച്ചോ നരയിച്ചോ കളയാനുള്ളത് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും ഹാപ്പിയായി തന്നെ തുടരുക. നിങ്ങളുടെ ഈ ചിന്തകളും ഇമോഷൻസും ഒക്കെ സഹിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ളൊരു പരിശുദ്ധമായ ഒരു ആത്മാവുണ്ടല്ലോ, അതിന് ഇനിയെങ്കിലും കൊല്ല ചെയ്യാതെ അതിനെ വെറുതെ വിടുക കേട്ടോ. സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ നോക്കുക. എൻ്റെ കയ്യിൽ അതില്ല, ഇതില്ല, പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന കുറേയേറെ പേര് ഇവിടെ കാണാൻ പറ്റില്ല. ഇതെല്ലാം അങ്ങ് നിർത്തുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുക. ഫുഡിനായിരുന്നാലും വെള്ളത്തിനായിരുന്നാലും വെട്ടത്തിനായിരുന്നാലും എന്തിനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും അറ്റ് പ്രസൻറ്റ് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. മാറ്റം നിങ്ങൾക്ക് ലൈഫിൽ അനുഭവിക്കാൻ പറ്റും. ഇനി നെഗറ്റീവ് ചിന്ത, കാശിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ അതുപോലെ നിങ്ങൾ ഭാവിയെക്കുറിച്ചൊരു വ്യക്തമായ ഒരു തീരുമാനം എടുത്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെ അതിനോട്ട് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫുൾ പവറിൽ നിങ്ങളുടെ ഡെഡിക്കേഷനോടുകൂടി നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആ സമയത്ത് ഒരു ഡിവൈൻ ടൈം, ആ ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരവസരം, നിങ്ങളെ കാത്തിരിക്കുന്ന അവസരം, നിങ്ങളുടെ സോള് കാത്തിരിക്കുന്ന ആ ഒരു അവസരം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിവൈൻ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലൊക്കെ വിശ്വസിക്കുക. നിങ്ങളെന്ന വ്യക്തിത്വത്തിനെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക. മനസ്സിൽ നിങ്ങൾ കുറേയേറെ ശപിച്ചും വെറുത്തും വിദ്വേഷവും ഒക്കെ നിങ്ങളുടെ ശരീരത്തിന് എന്നെ കൊടുത്തതല്ലേ, അതൊക്കെ ഒന്ന് മാറ്റുക കേട്ടോ. നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അംഗീകരിക്കുക. സെൽഫ് ലവ് ചെയ്യുക കേട്ടോ. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുക? ഒരിടത്തും നിങ്ങളെ ഇനി താഴ്ത്തി കെട്ടാൻ അനുവദിക്കരുത്. ഓരോ സോളും ഡിവൈനാണ്. ആ സത്യം അംഗീകരിക്കുക. അതുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഒരു ടിപ്പ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന അഫർമേഷൻസ് അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ അതിന് കുറേ അഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് എഴുതിയെടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ അത് കേട്ട് ഉണരാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റം കൊണ്ടുവരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ട് കണക്റ്റ് ആവുക. നിങ്ങളെന്നുള്ളൊരു വ്യക്തിത്വത്തിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇനി ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊരു പ്രോമിസായിട്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.